എന്നാലും നിർണായകമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ ചോദ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം. കൊലക്കേസിൽ വിധി പറയുന്ന ദിവസം 1-ാം പ്രതി മുങ്ങി. മലപ്പുറം മഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീൽ വധക്കേസിൽ വിധി പറയാനിരിക്കെയാണ് 1-ാം പ്രതി നൈസായി അങ്ങ് മുങ്ങിയത്. മഞ്ചേരി നെല്ലിക്കുത്ത് സ്വദേശി ഷുഹൈബ് എന്ന കൊച്ചുവാണ് ഒളിവിൽ പോയത്. ഇയാളുടെ ജാമ്യം കോടതി റദ്ദു ചെയ്തിട്ട് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കൊച്ചു എവിടെയാണ് പോയത്? കാരണം വിധി വരുന്ന ദിവസം തന്നെ ഇദ്ദേഹം നൈസാട്ടങ്ങ് എസ്കേപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പോലീസ് പറയുന്നത്? കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ശിവദാസ്? ഈ സംഭവത്തിൽ വിധി പറയേണ്ടിയിരുന്നത്, അതായത് 2022 മഞ്ചേരിയിലെ നഗരസഭാ കൗൺസിലർ പാലക്കാട് ഭാഗത്തു നിന്നും വരുമ്പോൾ അദ്ദേഹത്തെ ഒരു സംഘം വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതായത് ചെറിയ ഒരു വാക്ക് തർക്കമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ വാക്ക് തർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് ആ ഒരു സമയത്ത് അതിനുശേഷം പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ സംഭവത്തിൽ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇന്നാണ് കേസ് വിധി പറയാൻ ഇരുന്നത്. മഞ്ചേരി കോടതിയിലായിരുന്നു ഈ കൊലക്കേസിന്റെ വിധി പറയാനിരുന്നത്. പക്ഷേ ഇന്ന് ഈ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി മുങ്ങിയിരിക്കുകയാണ്. കാരണം അതിലെ 1-ാം പ്രതി തന്നെ മുങ്ങിയിരിക്കുകയാണ്. നിലവിൽ പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം പ്രതി ജാമ്യത്തിൽ ഇറങ്ങി പിന്നീട് അതിനുശേഷം ഒളിവിൽ കഴിയുകയാണ്. ആള് ചില്ലറക്കാരനല്ല, കൊലപാതകയാണ്. അപ്പോൾ 1-ാം പ്രതി തന്നെ കൊലക്കേസിൽ വിധി പറയുന്ന ദിവസം മുങ്ങി എന്നുള്ള വിവരമാണ്. അദ്ദേഹം മലപ്പുറം മഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീൽ വധക്കേസിലെ 1-ാം പ്രതിയാണ്. അതാണ് നൈസായി മുങ്ങിയത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുള്ള വിവരമാണ് ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും പങ്കുവച്ചത്.